2026 ആഗസ്റ്റ് മാസത്തെ ജ്യോതിഷ ഫലങ്ങളാണ് ഞാനിവിടെ പ്രവചിക്കുന്നത്. ചിത്തിര നക്ഷത്രത്തിൽ ജനിച്ച ആൾക്കാരുടെ ഫലങ്ങളാണ് ഞാനിവിടെ പറയുന്നത്. എന്തെങ്കിലും കേസുകൾ നിലവിലുണ്ടെങ്കിൽ, നടന്നുകൊണ്ടിരിക്കുകയാണെങ്കിൽ ആ കേസിൽ നിങ്ങൾക്ക് വിജയ സാധ്യത കൂടുതലാണ്. അല്ലെങ്കിൽ അത് കോടതിയിൽ വെച്ച് നിങ്ങൾക്ക് അനുകൂലമായി ഒത്തുതീർപ്പാക്കാനും ഒരു സാധ്യത കാണുന്നുണ്ട്. അതുപോലെ ശത്രുക്കളുടെയും അസൂയാലുക്കളുടെയും ശല്യം കുറയുന്നു. അതുപോലെ എന്തെങ്കിലും ഒരുപാട് കടങ്ങളുള്ള ചിത്ര നക്ഷത്രക്കാരാണെങ്കിൽ കുറച്ച് കടങ്ങളെങ്കിലും ഈ മാസം നിങ്ങൾക്ക് വീട്ടുവാൻ സാധിക്കുന്നു. അതുപോലെ ഒരുവിധപ്പെട്ട എന്തെങ്കിലും അസുഖങ്ങൾ ഉണ്ടെങ്കിൽ അതെല്ലാം മാറിക്കിട്ടുന്നു, അല്ലെങ്കിൽ അതിന് തക്ക ചികിത്സ നിങ്ങൾക്ക് ലഭിക്കുന്നു. അതുപോലെ ജീവിതത്തില് ആകെ ഒരു പുരോഗതി തുടങ്ങിയതായിട്ട് നിങ്ങൾക്ക് തന്നെ മനസ്സിലാക്കാൻ സാധിക്കുന്നു. ഉദ്യോഗസ്ഥർക്ക് പ്രൊമോഷനോ അല്ലെങ്കിൽ ഇഷ്ടസ്ഥലത്തേക്ക് ട്രാൻസ്ഫറോ ലഭിക്കാം. അതല്ലെങ്കിൽ പ്രൊമോഷനോടുകൂടി ട്രാൻസ്ഫർ ലഭിക്കുന്നതിനും സാധ്യതയുണ്ട്. പല വഴികളിലൂടെയും ധനം സമ്പാദിക്കുന്നതിനുള്ള ഒരു സാധ്യത ഉണ്ട്. അതുകൊണ്ട് നല്ല രീതിയിൽ പണം സമ്പാദിക്കാൻ ശ്രമിക്കുക. ചിലർക്ക് അടുത്ത മാസം വിവാഹമോ വിവാഹ നിശ്ചയമോ നടക്കുന്നതിന് സാധ്യതയുണ്ട്. പിന്നെ ശുഭകർമ്മങ്ങളെല്ലാം ഫലിക്കുന്ന ഒരു കാലവും കൂടിയാണ്. അതിനാൽ പിതൃപൂജകളും ദാനാദി ധർമ്മങ്ങളെല്ലാം ചെയ്യുന്നത് വളരെയധികം നല്ലതായിരിക്കും. ദൂരയാത്ര, ചിലർക്ക് വളരെ വിദൂരമായിട്ട് യാത്ര ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ചില ബുദ്ധിമുട്ടുകളുണ്ട്. ശാരീരികമായിട്ടും മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഉള്ളവർക്ക് അത് മാറിക്കിട്ടുന്നു. അതുപോലെ അവർക്ക് മനോദുഃഖങ്ങൾ ഉണ്ടെങ്കിലും അതിൻ്റെ ഡിപ്രഷൻ അങ്ങനെയൊക്കെ അതൊക്കെ ഉണ്ടെങ്കിൽ അതൊന്നും കുറവ് വരുന്നു. കാര്യങ്ങൾ നടന്നു കിട്ടുന്നതിനുള്ള കാലതാമസം, ഏതെങ്കിലും ഓഫീസിൽ ചെന്നാൽ ഒരുപാട് ഇട്ട് കഷ്ടപ്പെടുത്തുന്നതൊക്കെ മാറി വേഗം കിട്ടാൻ സാധിക്കുന്നു. അതുപോലെ ശത്രുക്കളുടെയും കേസുകൾ ജയിക്കാൻ നിങ്ങൾക്ക് സാധിക്കുന്നു. അതെല്ലാം നിങ്ങൾക്ക് ശത്രുക്കളുണ്ടെങ്കിൽ അവരെ ജയിക്കാൻ നിങ്ങൾക്ക് സാധിക്കുന്നു. അതുപോലെ വളരെ ഒരു നല്ല ഒരു സമയമാണിത്. നിങ്ങൾക്ക് അനുകൂലമായിട്ടുള്ള ദൈവിക കടാക്ഷങ്ങൾ ലഭിക്കുന്ന ഒരു സമയവും കൂടിയാണ്. എന്നാൽ ചില ഗ്രഹങ്ങൾ മോശം രാശികളിൽ സഞ്ചരിക്കുന്നതിനാൽ മോശഫലങ്ങളും അല്പം പ്രതീക്ഷിക്കാവുന്നതാണ്. ഇവിടെ അശ്രദ്ധ കാണിക്കരുത്. സാമ്പത്തികപരമായിട്ടുള്ള കാര്യങ്ങൾ കൈകാര്യം ചെയ്യുമ്പോഴോ അല്ലാത്തപ്പോഴും യാതൊരു വിധത്തിലും ഒരു അശ്രദ്ധ കാണിച്ച് ചെയ്യരുത്. കാരണം അത് പരാജയപ്പെടാൻ സാധ്യതയുണ്ട്. മാത്രമല്ല, നിങ്ങൾക്ക് ഉത്തരവാദിത്തത്തിൽ ചെയ്യേണ്ട കാര്യങ്ങൾ നിങ്ങൾ തന്നെ ഇരുന്ന് നേരിട്ട് ചെയ്യണം. ആരെങ്കിലും വിശ്വാസപൂർവ്വം ഏൽപ്പിച്ചു കഴിഞ്ഞാൽ വൻ പരാജയമാണ് കാണുന്നത്. ശ്രദ്ധിച്ചാൽ കുഴപ്പമില്ല, നല്ല ലാഭം ഉണ്ടാക്കാൻ സാധിക്കും. അതുപോലെ ഉറ്റ ബന്ധുവിന്റെ ഒരു വിയോഗം കാണുന്നുണ്ട്. അതുപോലെ ചിലർക്ക് അത്യാവശ്യമായി വിദേശയാത്ര പോകേണ്ടതായിട്ട് കാണുന്നുണ്ട്. പിന്നെ മനസ്സിൽ എപ്പോഴും ഈ മാസം ചിലർക്ക് തെറ്റുകൾ ചെയ്യാനുള്ള ഒരു ഉൾപ്രേരണ മനസ്സിൽ നിന്ന് വരും. പക്ഷെ അത് ഒരിക്കലും ചെയ്യരുത്, നിയന്ത്രിച്ചു പോവുക. ഇനി ഈ ചിത്ര മാസത്തിൽ ജനിച്ച ആൾക്കാരുടെ, ചിത്ര നക്ഷത്രത്തിൽ ജനിച്ച ആൾക്കാരുടെ പ്രായത്തിനനുസരിച്ചിട്ടുള്ള ഫലങ്ങളാണ് ഞാനിവിടെ പറയുന്നത്. 6 വയസ്സ് വരെയുള്ള ചിത്തിര നക്ഷത്രക്കാർക്ക് വയറ് സംബന്ധിച്ച് ചില അസുഖങ്ങൾ വരുന്നതിനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട്. ദഹന പ്രശ്നങ്ങളോ അല്ലെങ്കിൽ അങ്ങനെ കുറെ പ്രശ്നങ്ങൾ വരുന്നതിനൊരു സാധ്യത ഈ കൊച്ചിന് കാണുന്നുണ്ട്. അതുപോലെ അതുപോലെ സംബന്ധമായ ചില പ്രയാസം, ഏതെങ്കിലും രീതിയിൽ ഫുഡ് പോയിസണോ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ എന്തെങ്കിലും വരാനുള്ള ഒരു സാധ്യതയും ഈ കൊച്ചിന് കാണുന്നുണ്ട്. കുടുംബത്തിലെ ചില നല്ല കാര്യങ്ങൾ, ചില കുടുംബങ്ങളിൽ നല്ല കാര്യങ്ങൾ നടക്കുന്നതിനുള്ള ഒരു സാധ്യതയും ഈ കുട്ടിയുടെ ജാതകം വഴി കാണുന്നുണ്ട്. ധനം വരാം, അതുപോലെ വീട് ഉണ്ടാകാം, ഐശ്വര്യം വരുന്നതിന് സാധ്യതയുണ്ട്, ഭൂമി ലഭിക്കുന്നതിനും ഒരു സാധ്യതയുണ്ട്. ചിലർ മാതാപിതാക്കൾ സഹിതം അന്യദേശത്തേക്ക് മാറി താമസിക്കുന്നതിനൊരു സാധ്യതയുണ്ട്. ചിലപ്പോൾ അച്ഛനും അമ്മയുടെ ജോലിസ്ഥലം ദൂരെ ആയതിനാൽ അങ്ങോട്ട് പോകുന്നതാകാം. ചിലർക്ക് കലാരംഗത്തും സാഹിത്യരംഗത്തും സംഗീത പരമായൊക്കെ വളരെയധികം അവര് കഴിവുകൾ കാണിച്ചു തുടങ്ങുന്ന ഒരു സമയമാണ്. അത് വേണ്ടുന്ന രീതിയിൽ പ്രോത്സാഹിപ്പിക്കുക. ആയുധങ്ങളിൽ നിന്നും മുറിവേൽക്കാണ്ട് കൊച്ചിനെ സൂക്ഷിക്കേണ്ടതാണ്. സർക്കാരിൽ നിന്നും ചില സഹായങ്ങൾ ലഭിക്കുന്നതിനുള്ള സാധ്യത കാണുന്നുണ്ട്. ചില രോഗങ്ങൾ ഉണ്ടാകാം എങ്കിലും, അതായത് ഈ പിത്ത സംബന്ധിച്ച രോഗങ്ങൾ ഉണ്ടാകാമെങ്കിലും അതൊക്കെ നേരെയാകും. 6 വയസ്സ് മുതൽ 24 വയസ്സ് വരെയുള്ള ചിത്തിര നക്ഷത്രക്കാർക്ക് ഫുഡ് പോയിസൺ വരാനുള്ള സാധ്യത ഈ സമയത്തും കാണുന്നുണ്ട്. അതുകൊണ്ടൊന്ന് ശ്രദ്ധിക്കുക. അവർക്ക് എല്ലാ ആഹാരവും പിടിക്കാത്ത ഒരു സാഹചര്യം വരാം. വയറ്റില് ജീർണമാകുന്നില്ല, ദഹിക്കാത്ത ഒരു സാഹചര്യം വരാം. ദഹിക്കുന്ന ആഹാരങ്ങൾ കൊടുക്കുക. ചിലർക്ക് ചില ആഹാര സാധനങ്ങളോട് അലർജി ഉണ്ടാകുന്നതിനും സാധ്യതയുണ്ട്. പാൽ ഉൽപ്പന്നങ്ങൾ, അങ്ങനെ ചിലതിലൊക്കെ, ഞാൻ ഉദാഹരണം പറഞ്ഞതേ ഉള്ളൂ, ചിലതിലൊക്കെ അലർജി വരാനുള്ള സാധ്യതയുണ്ട്. അത് ഏത് കൊടുക്കുമ്പോഴാണ് കൊച്ചിന് ബുദ്ധിമുട്ടെന്ന് തോന്നി അത് ഒഴിവാക്കുക. വേണമെങ്കിൽ ഡോക്ടറുടെ സഹായങ്ങളും തേടാവുന്നതാണ്. അതുപോലെ സോപ്പിൽ നിന്നും ചിലപ്പം അലർജി വരുന്നതിനും ഒരു സാധ്യത കാണുന്നുണ്ട്.
ചിത്ര നക്ഷത്രക്കാർക്ക് യാതൊരു വേറെ ഒരു പ്രയാസങ്ങളൊന്നും, അതായത് വിദ്യാഭ്യാസം സ്കൂളിൽ ചേരുന്നതിനോ അല്ലെങ്കിൽ തുടർന്ന് പോകുന്നതിനോ ഒരു പ്രയാസം കാണുന്നില്ല. എന്തൊക്കെ ആയാലും അവർക്ക് വളരെ ഒരു ഭാവി ഉള്ള ഒരു സമയമാണ്. ചിലർക്ക് കലാപരമായിട്ട് അവർക്ക് പ്രത്യേക, അതായത് വിദ്യാഭ്യാസത്തിലേക്ക് അവര് മാക്സിമം അടിസ്ഥാന വിദ്യാഭ്യാസങ്ങളെല്ലാം പൂർത്തിയാക്കിയതിനു ശേഷം ചിലര് ഈ കലാപരമായിട്ടുള്ള ഡാൻസ് അല്ലെങ്കിൽ പാട്ട് അങ്ങനെ പലതിലേക്ക് തിരിയുന്നതിനും ഒരു സാധ്യത കാണുന്നുണ്ട്. അതിലും അവർക്ക് അവരുടെ കഴിവുകൾ തെളിയിക്കാനായിട്ട് സാധിക്കുന്നു. ചിലർക്ക് അന്യദേശവാസം, വിദേശവാസം കാണുന്നുണ്ട്. ചിലർ വിദേശത്തേക്ക് പോയി പഠിക്കുന്നതിനും ഒക്കെ ഉള്ള സാധ്യതയുണ്ട്. അതുപോലെ ഉപരിപഠനാർത്ഥം ആയിട്ട് അവർക്ക് പല മേഖലകളിലേക്കും തിരിയുന്നതിന് സാധ്യതയുണ്ട്. ശാസ്ത്ര സാങ്കേതിക മേഖലകളിലേക്കൊക്കെ തിരിയുന്നതിന് സാധ്യതയുണ്ട്. തൊഴിൽ വളരെ ഉയർച്ച നേടാൻ പറ്റിയ ഒരു സമയം കൂടിയാണ്. നല്ല തൊഴിൽ അവർക്ക് ലഭിക്കും. അതോടുകൂടി അവർക്ക് നല്ല ഉയർച്ച നേടാനും സാധിക്കും. അതുപോലെ മോഷ്ടാക്കളിൽ നിന്നും ഈ സമയം ഒന്ന് സൂക്ഷിക്കേണ്ടതാണ്. കാരണം പലതും നഷ്ടപ്പെടാനുള്ള സാധ്യത കാണുന്നുണ്ട്. അത് മറന്നു വെച്ചാലും മതിയാകും. ചിലർക്ക് ഈ ചെറുപ്രായത്തിൽ തന്നെ വിവാഹം കഴിക്കുന്നതിനും യോഗം കാണുന്നുണ്ട്. അതുപോലെ കൃഷിക്കാർക്ക് ഒരു അനുകൂലമുള്ള ഒരു സമയമല്ല. കാർഷിക മേഖലയിലുള്ളവർക്ക് ചില നഷ്ടങ്ങൾ വരാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ജലത്തിൽ നിന്ന് പല രീതിയിലും ഭയം ഉണ്ടാകാം. 24 വയസ്സ് മുതൽ 40 വയസ്സ് വരെയുള്ള ചിത്തിര നക്ഷത്രക്കാർക്ക് ചിലർക്ക് ഉന്നത വിദ്യാഭ്യാസമോ വേറിട്ട കലകളിലുള്ള വിദ്യാഭ്യാസമോ മറ്റുള്ള രീതിയിലുള്ള സാങ്കേതിക വിദ്യാഭ്യാസമോ ലഭിക്കുന്നതായിട്ടാണ് കാണുന്നത്. അത് ഏറെ ഗുണമുള്ള ഒരു സമയമാണ് ഈ കാലഘട്ടത്തിൽ. മികച്ച തൊഴിൽ അവർക്ക് ലഭിക്കുന്നതിനുള്ള സാധ്യതയുണ്ട്. സ്വന്തമായി ഒരു ഭവനം ഉണ്ടാകുന്നതിനും വാഹനം വാങ്ങുന്നതിനൊക്കെ ഈ സമയം യോഗമുണ്ട്. ഈ സമയം സർവ്വ ഐശ്വര്യങ്ങളും അവർക്ക് നേടാൻ സാധിക്കുന്നു. അവർക്ക് വിവാഹം കഴിക്കുന്നതിനും സന്താന ഭാഗ്യം ഉണ്ടാകുന്നതിനും ഈ സമയം യോഗം കാണുന്നുണ്ട്. അതുപോലെ വിവിധ ഐശ്വര്യങ്ങൾ അവർക്ക് ലഭിക്കുന്നു. അധികാര സ്ഥാനത്ത് നിന്നും അവർക്ക് അനുകൂലമായ ഒരു സഹായങ്ങൾ ലഭിക്കുന്നു. അതുപോലെ സമ്പാദ്യം നടത്തുന്നതിന് സാധിക്കുന്നു. മികച്ച നല്ല സുരക്ഷിതമായ സമ്പാദ്യ പദ്ധതികളിൽ നിക്ഷേപിക്കുന്നതിന് സാധിക്കുന്നു. ചിലർക്ക് ഉന്നത പദവിയുള്ള ഒരു ജോലി കിട്ടുന്നതിനും സാധ്യതയുണ്ട്. ന്യായമായ മാർഗത്തിലൂടെ തന്നെ ധനം സമ്പാദനം നടത്തുവാനായിട്ട് ഇവർക്ക് സാധിക്കുന്നു. ധാരാളം സന്തോഷകരമായ അനുഭവങ്ങൾ അവരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നു. ചിലർ ദുർനടപടികളായി നടന്ന ഇത് മദ്യപാനം, മയക്കുമരുന്ന് അതൊക്കെ കഴിഞ്ഞ് ആകെ അവർ നശിക്കുന്നതായിട്ടും ചിലരെ കാണാൻ സാധിക്കുന്നുണ്ട്. 40 വയസ്സ് മുതൽ 59 വയസ്സ് വരെയുള്ള ചിത്തിര നക്ഷത്രക്കാർക്ക് അവർക്ക് വാദസംബന്ധമായ ചില അസുഖങ്ങൾ വരാൻ ഈ സമയം ഒരു സാധ്യതയുണ്ട്. കാരണം ധാരാളം പല രീതിയിലുള്ള വാദരോഗങ്ങളുണ്ട്. അത് വൈദ്യനെ കണ്ട് പരിശോധിച്ചാലേ അറിയാൻ സാധിക്കും. സ്വന്തം വീട്ടിൽ നിന്നോ സ്വന്തം നാട്ടിൽ നിന്നോ വേറെ ദേശത്തേക്ക് മാറി താമസിക്കുന്നതിനും ഒരു സാധ്യത കാണുന്നുണ്ട്. ശത്രുക്കളിൽ നിന്നും അസൂയാലുക്കളിൽ നിന്നും ചില ഉപദ്രവങ്ങൾ നിങ്ങൾക്ക് ഉണ്ടായേക്കാം. ചതിവിലും വഞ്ചനയിലും പെടാതെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. അത് ഏതെങ്കിലും ഒരു കാര്യത്തിൽ നിങ്ങൾ അശ്രദ്ധ കാണിച്ചാൽ അവിടെ കൂടിയിരുന്ന് നിങ്ങളെ ചതിക്കുന്നതിനുള്ള ഒരു സാധ്യതയുണ്ട്. അതുകൊണ്ട് സൂക്ഷിച്ചു പോകും, ജാഗ്രത പാലിക്കുക. ധാരാളം ധനം സമ്പാദിക്കാൻ പറ്റിയ ഒരു സമയവും കൂടിയാണിത്. ചിലർക്ക് മേലധികാരികളുടെ കോപത്തിന് ഇരയാകേണ്ടതായിട്ട് വരാം. അതുകൊണ്ട് അവരുമായിട്ട് നിങ്ങൾ ഒത്തുചേർന്ന് പോകുന്നത് നല്ലതായിരിക്കും. ഇവിടെ നിങ്ങൾക്ക് അത്യാവശ്യമാണെങ്കിൽ ശത്രു സംഹാര പൂജകൾ നടത്താവുന്നതാണ്. ചിലർക്ക് തന്നേക്കാൾ ഏറെ പ്രായമുള്ള ഇണയെ വിവാഹം കഴിക്കേണ്ടതായിട്ടും വന്നേക്കാം. 59 വയസ്സ് മുതൽ 76 വയസ്സ് വരെയുള്ള ചിത്തിര നക്ഷത്രക്കാർക്ക് കഴിഞ്ഞ കാലങ്ങളിൽ അനുഭവിച്ച ചില ബുദ്ധിമുട്ടുകൾക്കും പ്രയാസങ്ങൾക്കും പരിഹാരമായി ഈ സമയം വളരെ നല്ലതായിട്ടാണ് കാണുന്നത്. വിദ്യയിലൂടെ അവർക്ക് വിദ്യാഭ്യാസത്തിന്റെ ഇതനുസരിച്ച് അവർക്ക് ഉയർന്ന രീതിയിൽ അവർക്ക് ജോലിക്ക് പ്രൊമോഷൻ കിട്ടുന്നതിന് അല്ലെങ്കിൽ അതുപോലെ തന്നെ പല രീതിയിൽ അവർക്ക് ഗുണപരമായിട്ടുള്ള കാര്യങ്ങൾ ലഭിക്കുന്നു, അഭിവൃദ്ധി ഉണ്ടാകുന്നു ജീവിതത്തിൽ. ഏത് രംഗത്തായിരുന്നാലും ഇവർക്ക് ഉത്സാഹപൂർണമായ ഒരു പ്രകടനം കാഴ്ചവെക്കാൻ സാധിക്കുന്നതിനാൽ ഏത് മേഖലയിലും അവർക്ക് ശോഭിക്കാൻ തന്നെ സാധിക്കുന്നു. ഇവിടെ വാഹനം, വീട് എന്നിവ സ്വന്തമാക്കുന്നതിന് ഈ സമയത്തും അവർക്കൊരു യോഗം കാണുന്നുണ്ട്. ചിലർക്ക് പ്രത്യേക പദവിയുള്ള താൽക്കാലികമായ ജോലി, അതായത് വളരെ ഉയർന്ന പദവിയായിരിക്കും, അധികാരമുള്ള പദവിയായിരിക്കും, അത് ലഭിക്കുന്നതിനുള്ള സാധ്യത ഇവർക്കുണ്ട്. അതുപോലെ അവാർഡുകൾ, അംഗീകാരങ്ങളൊക്കെ ലഭിക്കുന്നതിനുള്ള സാധ്യത കാണുന്നുണ്ട്. ഉദര രോഗമോ ത്വക്ക് രോഗമോ ഉണ്ടാകുന്നതായിട്ടും ചിലർക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. എന്നാലും ഈശ്വര കടാക്ഷം ഇവരെ വിടുന്നില്ല, ഉണ്ടാകുന്നു. ഉറ്റ ബന്ധുക്കളുടെ വേർപാട് ഇവർക്ക് ഉണ്ടാകുന്നതിന് ഒരു സാധ്യത കാണുന്നുണ്ട്. മോഷ്ടാക്കളിൽ നിന്നും ശത്രുക്കളിൽ നിന്നും ചില ഉപദ്രവങ്ങൾ നിങ്ങൾക്കുണ്ടാകാം, അവരെ ഒന്ന് ശ്രദ്ധിക്കുക.
അതുപോലെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഈ ശല്യങ്ങളൊക്കെ നിങ്ങൾക്ക് തടയാൻ തന്നെ സാധിക്കും. 76 വയസ്സിന് മുകളിലോട്ടുള്ള ചിത്തിര നക്ഷത്രക്കാർക്ക് സർക്കാരിൽ നിന്നും ചില അനിഷ്ടങ്ങൾ ചിലർക്കുണ്ടാകാം. വിശ്വാസവഞ്ചന നടക്കാൻ ഒരു സാധ്യത കാണുന്നതിനാൽ സൂക്ഷിക്കുക. കേസുകൾ നടത്തുന്നത് ഈ സമയം അനുകൂലമല്ല. പക്ഷെ നിലവിൽ കേസുണ്ടെങ്കിൽ അത് വിജയം ലഭിക്കുന്നതാണ്. ചിലർക്ക് ജ്വരം പോലുള്ള പനികൾ പിടിക്കുന്നതിന് സാധ്യതയുണ്ട്. ഇവിടെയും വിദ്യ കൊണ്ട് പല നേട്ടങ്ങളും ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കാലഘട്ടം കൂടിയാണ്. യന്ത്രസാമഗ്രികൾ, വാഹനങ്ങൾ എന്നിവ വളരെ ശ്രദ്ധയോടെ കൈകാര്യം ചെയ്യേണ്ടതാണ്. ചിലർക്ക് അന്യസ്ഥലത്ത് ഒരു അന്യദേശത്തേക്ക് മാറി താമസിക്കുന്നതിനും ഈ സമയം ഒരു യോഗമുണ്ട്. ഇവിടെ പ്രവചിച്ചതെല്ലാം സാമാന്യ ഫലങ്ങൾ മാത്രമാണ്. കൃത്യമായ ജ്യോതിഷ പ്രവചനങ്ങൾക്ക് ജാതക പരിശോധന അത്യാവശ്യമായിട്ടാണ് വരുന്നത്. ഇനി ഇവിടെ ആദിത്യ ഗുരു ഗുളിക യോഗം, അതായത് സൂര്യഭഗവാന്റെയും വ്യാഴന്റെയും അതുപോലെ മാന്നി എന്ന ഗുളികന്റെയും യോഗം വരുന്നതിനാൽ ഗുളികന്റെ സാന്നിധ്യം ഉള്ളത് കൊണ്ട് എന്തിനൊക്കെ ഇറങ്ങിത്തിരിച്ചാലും ആദ്യമൊക്കെ ഒരു തടസ്സം വരാൻ സാധ്യത കാണുന്നുണ്ട്. അതിലൂടെ ആ തടസ്സങ്ങൾ മാറിക്കഴിഞ്ഞാൽ അതിലൂടെ നല്ല രീതിയിലുള്ള വൻ വിജയം നേടുന്നതിനും സാധ്യതയുണ്ട്. കാരണം ഗുരുവിന്റെ സാന്നിധ്യം ദോഷങ്ങളെ എല്ലാം ലഘൂകരിച്ച് രാജയോഗം നൽകുന്നതായിട്ടാണ് കാണുന്നത്. ചിലർക്ക് ശക്തമായ രാജയോഗം ലഭിക്കുന്നതിനാൽ അവർക്ക് സാമ്പത്തികപരമായും വളരെയധികം പ്രശസ്തി അംഗീകാരങ്ങൾ അവർക്ക് ലഭിക്കുന്നു. ഇതിൽ ചിലര് അതുപോലെ തന്നെ ആത്മവിശ്വാസവും അറിവും അവർക്ക് ചിലർക്ക് ലഭിക്കുന്നു, ജ്ഞാനവും ലഭിക്കുന്നു. എന്നാൽ ചിലർക്ക് ഗുളികന്റെ പെട്ടത് മൂലം അവർക്ക് ചില ബുദ്ധിമുട്ടുകൾ, അതായത് അഹങ്കാരം ഉണ്ടാകുന്നതിന് ഒരു സാധ്യതയുണ്ട്. അപ്പോൾ ഈ സമയം അഹങ്കാരം ഉണ്ടാകുന്ന സമയത്ത് എടുക്കുന്ന തീരുമാനങ്ങളെല്ലാം തെറ്റായി വരുന്നതിന് സാധ്യതയുണ്ട്. അതുകൊണ്ട് ശ്രദ്ധിക്കുക. ശുക്രകേതു യോഗം വരുന്നതിനാൽ സുഖങ്ങളോടുള്ള ആർത്തിയും ആത്മീയ കാര്യങ്ങളിലുള്ള താല്പര്യവും കൂടി ചേർന്നിട്ട് അതൊരു വല്ലാത്തൊരു പ്രതിസന്ധി ഉണ്ടാക്കാം മനസ്സിന്. ബന്ധങ്ങളിലേക്ക് വിള്ളലുകൾ ഉണ്ടാകുന്നതിനൊരു സാധ്യതയുണ്ട്. അതായത് പ്രണയവും ദാമ്പത്യവും മറ്റു ഏത് ബന്ധങ്ങളായിരുന്നാലും അതിൽ ചില സംശയങ്ങൾ ഉണ്ടാകാം. അല്ല, അങ്ങനെ ഒരു പങ്കാളിയുമായിട്ടൊക്കെ ഒരു അകൽച്ച വരുന്നതിന് സാധ്യതയുണ്ട്. അത് ബിസിനസ് ആയിരുന്നാലും വരാം, ജീവിത പങ്കാളിയായിരുന്നാലും വരാം, പ്രേമബന്ധങ്ങളിലും വരാം. എന്നാൽ ചില ദമ്പതിമാര് എന്നേക്കുമായി പിരിഞ്ഞ് ബന്ധം വേർപെടുത്തുന്നതിന് സാധ്യതയുണ്ട്. അതുപോലെ പ്രേമബന്ധങ്ങളും എന്നേക്കുമായി അവസാനിക്കുന്നതിന് സാധ്യതയുണ്ട്. മാനസികമായി ഒരു ആശയക്കുഴപ്പം വരുന്നതിനും ഒരു സാധ്യതയുണ്ട്. ഈ യോഗം മൂലം ആഡംബര ജീവിതം നയിക്കണോ എന്നുള്ള ഒരു മനസ്സിന്റെ ഒരു ഭാഗത്ത് ചിന്തയും വേറൊരു ഭാഗത്ത് അതിൽ നിന്നെല്ലാം വിട്ടുനിന്ന് ആത്മീയ ചിന്തയിലേക്കും തത്വചിന്തയിലേക്കും വരണം എന്നുള്ള ഇത് ആകെ മനസ്സിനൊരു തീരുമാനം എടുക്കാൻ പറ്റാത്ത ഒരവസ്ഥയിലേക്ക് വരുന്നു. അത് ചിന്താക്കുഴപ്പവും മാനസിക സംഘർഷവും ഉണ്ടാക്കുന്നു. ധനപരമായി ഒരു ചാഞ്ചാട്ടം ഉണ്ടാകുന്ന ഒരു യോഗവും കൂടിയാണ്. അതായത് പണം വന്നു ചേരുമെങ്കിലും അത് അനാവശ്യമായി ചിലവായി പോകുന്നതിനും ഒരു സാധ്യത കാണുന്നുണ്ട്. ആയതിനാൽ സാമ്പത്തിക കാര്യങ്ങളിൽ ഒരു നല്ല ജാഗ്രത, അച്ചടക്കം പാലിക്കേണ്ടതാണ്. അതുപോലെ സൃഷ്ടിപരമായ കഴിവുകൾ ഉള്ളവർക്ക്, അതായത് കലാപരമായോ സാഹിത്യപരമായോ അഭിനയപരമായോ ഏത് കലയായിരുന്നാലും അവർക്ക് വളരെയധികം സാധ്യതകളുള്ള ഒരു സമയം കൂടിയാണ്. അവർക്ക് വളരെ നേട്ടങ്ങൾ ഉണ്ടാകാം. ഇനി രാഹു ചന്ദ്ര യോഗം നടക്കുന്നതിനാല് ചില ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്നു. കാരണം ഇതിനെ ഗ്രഹണ യോഗം എന്നാണ് പറയുന്നത്. അശുഭകരമായ ഈ യോഗം ജീവിതത്തിനെ വളരെയധികം സ്വാധീനിക്കാൻ കഴിവുള്ളതാണ്. മാനസിക സമ്മർദ്ദം ഉണ്ടാകുന്ന, അതായത് ഇപ്പം ഡിപ്രഷൻ പോലുള്ള മനോവിചാരങ്ങൾ ഉള്ളവർക്ക് പല രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകാം. അതുപോലെ ഏത് കാര്യത്തിനും അവർക്ക് ഉറപ്പായിട്ടൊരു തീരുമാനം എടുക്കാൻ പറ്റാത്തൊരവസ്ഥ വരുന്നതിന് സാധ്യതയുണ്ട്. അത് ആശയക്കുഴപ്പങ്ങൾ ഉണ്ടാകാം. അത് പിന്നെ സംശയ രോഗങ്ങൾ ചിലർക്കുണ്ടാകാം. അതായത് ചുറ്റുപാടുമുള്ള സാഹചര്യങ്ങളെയും ചുറ്റുപാടുമുള്ള ആൾക്കാരെയും സാഹചര്യങ്ങളെയും ഒരു സംശയത്തോടെ മാത്രം വീക്ഷിക്കുന്ന ഒരു സ്വഭാവം വരാം. അതുപോലെ ചിലർക്ക് ഉറക്കക്കുറവ് വരാം, ചിലർക്ക് വിഷാദ രോഗം വരുന്നതിന് സാധ്യതയുണ്ട്, ചിലർക്ക് ഭയങ്കരമായ കോപം വരുന്നതിന് ഒരു സാധ്യത കാണുന്നുണ്ട്. നിങ്ങൾക്കുള്ള ജ്യോതിഷപരമായോ പൂജാപരമായോ വാസ്തുപരമായോ മുഹൂർത്തപരമായോ ഉള്ള കാര്യങ്ങൾക്ക് എൻ്റെ ഫോണിലോ വാട്സപ്പിലോ ബന്ധപ്പെടാവുന്നതാണ്. നിങ്ങൾക്ക് ഈ വരുന്ന ആഗസ്റ്റ് മാസത്തിൽ സർവ്വവിധ സുഖ സമ്പൽ സമൃദ്ധി, ദീർഘായുസ്, ആരോഗ്യ സൗഭാഗ്യങ്ങൾ ഭഗവാൻ നൽകുമാറാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം.